മോനെ മോനെ സ്ട്രീം സ്റ്റാർട്ടായി നോക്കട്ടെ. ഇതിനകത്ത് എന്ത് തേങ്ങൂലേടാ. 1 ഫോളോവർ ഉണ്ട്, 1 വ്യൂവർ ഉണ്ട്. ബോട്ടാണെങ്കിലും കാണാൻ നല്ല രസമാണ്. സ്ട്രീം തുടങ്ങിയില്ലേ? സ്ട്രീം ആയിട്ടുണ്ട് 3 മിനിറ്റാ. ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. ആര് 3 മിനിറ്റ് ചെയ്തത്? ഒന്നുമില്ല. ഡാർക്ക് കോജെ ജസ്റ്റ് ഫോളോ ദ ചാനൽ 2 days അപ്പോൾ മോനെ ഒരു തംസ് അപ്പ്. നീ മാത്രം എന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ, നീ മാത്രം എന്നെ കാണുന്നുള്ളൂ. നിനക്ക് തംസ് അപ്പിൽ തന്നെ പിന്നെ ആരുടെ ചില കളി നിനക്ക് തരുന്നേ? ഞാൻ തന്നതേ. നീ ഇറങ്ങിപ്പോയി അത് ടേപ്പ് ചെയ്ത്. അപ്പോൾ നമ്മളെന്നും റീൽസ് റിയാക്ഷനാണ്. നമ്മൾ നേരെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു. ഓ വാട്ട് ഇസ് ദിസ് അവരാത്ത്? ഇതെന്തുണ്ടെങ്കിൽ തളർവാദം പിടിച്ച പുലിയാ. പിൻകാലികൾ തളർന്ന് ദുരിതം അനുഭവിക്കുന്ന പുലി. പിൻകാലികൾ തളർന്ന പുലിയല്ല, ഇത് എന്തോ പാമ്പിന് പുലിയിൽ ക്രോസ് ചെയ്തുണ്ടായതാണ്. എന്നാൽ ഇങ്ങനെ വരുള്ളൂ. അത് എഴഞ്ഞാ പോകുന്നത്. ഓ ജാതി സാധനം. ശരി പുലി ഏതൊക്കെ സാധനം പറഞ്ഞ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപ്പൊക്കെ തുറക്കത്തിലെ ഒറിജിനൽ ഗംഭീര സാധനം. ഓഫ് രോമാഞ്ചം. മറ്റേതാര് വളിമൊഴിക്കുന്ന ഓടി വരുന്നത്? കാലിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇടയ്ക്കെന്ത് ഈ അമർച്ചയത്തിന് പുലിയെ കാണുന്നതിനാണോ? ഇവിടെ ഇത് മറ്റേ ചെല്ലം ചാടി വരുന്ന പുൽച്ചാടി. ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. അതുപോലെ ഉണ്ടല്ലോ പുൽച്ചാടിയോട് ചാടിയാണല്ലോ വരുന്നത്. ചാടി ഇന്നങ്ങോട്ടങ്ങ് ചെല്ലുവോ പുലിവിഴുവിൻ്റെ അടുത്ത്? ഓ ചാടി എന്തോ ലിപ്പിലൊക്കെ ലിപ്പിലൊക്കെ കൊടുത്ത്. കൊള്ളാം, നല്ല പുലി. ഹോണി പുലിയാണെന്ന് തോന്നുന്നു. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറി ഉമ്മ കൊടുക്കും. അത് എഴഞ്ഞു വന്നിട്ട് മോനെ കൊള്ളാം. അതിൽ എന്തിനാ കമൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് നോക്കാം. പിന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് സ്ട്രീം ഇടയ്ക്ക് വലിക്കുന്നതാണ്. ഇടയ്ക്ക് സ്ട്രീം ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡാഷ്ബോർഡ് നോക്കട്ടെ. 6 മിനിറ്റ് സ്ട്രീം ഒക്കെ അത് കാണിക്കണം. 6 മിനിറ്റ് ഒക്കെ സ്ട്രീം പോയിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. സവർങ്ങളെ സാസ്താവേ നമ്മളൊന്ന് സെറ്റാക്കട്ടെ. ഇത് ഇപ്പം എങ്ങനെയുണ്ട്? നെറ്റൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഓക്കെ അല്ലേ? കമൻറ്റ് ബോക്സ് നോക്കട്ടെ. ഇത് കാട്ടിലെ പുലിയാണ്. കാട്ടിലെ പുലിയാടാ ഇത് തോട്ടിലെ പുലിയാണ്. ഇത് ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം പുലിയാണ്. ഇത് എഴഞ്ഞേ പോകത്തുള്ളൂ. ഇത് നമ്മുടെ പാമ്പുണ്ടല്ലോ, നമ്മുടെ പാമ്പും ഈ പുലിയും കൂടി ഇങ്ങനെ ഇണ ചെയ്തിട്ട് എഴയുന്ന പുലി ഉണ്ടാവും. ഇത് പുല്ല് കാണുമ്പോൾ ചാടിയാണ് പോകുന്നത്, പുൽച്ചാടിയുടെ പോയിട്ട്. നെക്സ്റ്റ്. ഓ അമ്മച്ചി പൊളിയാണല്ലോ. ചത്ത് അതുപോലെ ഉണ്ടല്ലേ. ഓ ഒന്ന് തൊട്ടേ ഉള്ളൂ. കൂടെ ഒരുത്തൻ വീഡിയോ എടുക്കാനായിട്ട്. മോനെ നീ സൂക്ഷിച്ചോ. അതോ അഭിനയം കണ്ട രാജമൗലി എടുത്തു പോലോ ഇവരെ. കൊള്ളാം. സീൻ അഭിനയം. ചത്ത് അതുപോലെ അലപ്പുറത്തെ പരിപാടി ഇങ്ങോട്ടുണ്ടാകുന്ന ദൃശ്യം. ഇത് എന്തോന്ന് തെറിച്ച് വരുന്നത്? അതിലല്ലേ വേറെ എന്തൊക്കെയോ ആയിട്ട് നല്ല റിസംബ്ലൻസ്. നെക്സ്റ്റ്. മോനെ ശരിക്കും ശരിക്കുള്ളത് ഈ രാജ്യം ആഫ്രിക്കയല്ലേ വന്ന് ചേരാൻ പോകുന്നത്? സൊമാലിയൻ പ്ലേറ്റ്സ്. ഓ നൈസ്. ഇങ്ങനെ ഒന്നോടെ മുല്ലപ്പെരിയാറൊക്കെ ഉണ്ടാകുമോ എന്തോ. എന്താ നടന്നേ? മോനെ എന്തുടിയാടാ അത്? വെറുതെ ഒന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് വന്ന് പിടിച്ച് പഞ്ചറാക്കിയിട്ട് തിരിയിരിക്കുമായിരുന്നു. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കൂളായിട്ടുണ്ട്. നമ്മുടെ കറണ്ട് മൊത്തം അടിച്ച് പോയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, സ്ട്രീം ചെയ്യാൻ പറ്റും. സോ വെയിറ്റ്.
आज का दिन का स्ट्रीम मुंजी हो गया तो वेट करो. KSB കൊണ്ടിരിക്കാനും വാ KSB കൊണ്ടുവാ KSB കരണ്ട് കൊണ്ടുവാ കരണ്ട് തായോ എനിക്ക് സ്ട്രീം ചെയ്യണേ പൊന്നെ KSB പൊന്നു KSB ഒന്ന് തായോ കരണ്ട് അവിടെ KSB ഒന്ന് KSB ഒന്ന് തായോ കരണ്ട് മറ്റേ തായോ കരണ്ട് എനിക്ക് സ്ട്രീം ചെയ്യണം എനിക്ക് സ്ട്രീം ചെയ്യാൻ. അടുത്തേടിയാണ് ഇവന് ബ്രേക്ക് ചെയ്തെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. ബ്രേക്ക് പൊട്ടിപ്പോയ ആരോ ആണ്. ഇതിന് കൊള്ളാം. 5-6 വണ്ടി ഇടിച്ച് പപ്പടമാക്കിയിട്ടുണ്ട്. മാരുതിയുടെ വണ്ടികളാണോ എങ്കിൽ പടം എടുത്തോണ്ട് പോവാം. ഇനി എൻ്റെ എവിടെയെങ്കിലും കൊണ്ട് ഭിത്തിക്ക് തൂക്കി വെക്കാം. പക്ഷെ മാതിരി ഇച്ചാതി ഇടിയായി പോയെന്നത് തേങ്ങ ഇടി. സംശയമാണ് കണ്ടിട്ട് സംശയമാണ് സർവൈവ് ചെയ്തോന്ന്. ശരിയാടെ മോനെ കണ്ടിട്ട് തന്നെ ഇവിടെ എന്തൊരു നടക്കുന്നത്? ഇതാ പഠനം തന്നെ. എന്ത് ഗെയിമാണ്? അത് തന്നെ ഇവിടെ നടക്കുന്നേ. ഇതിന്റെ ഹെഡ് മാസ്റ്റർ ആരായിരിക്കും? ജോണി ചേട്ടനായിരിക്കും. മെയിൻ ഹെഡ് മാസ്റ്റർ ജോണി ചേട്ടനാണ്. അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആൽനീൻ നാപ്പി, ബ്രാൻഡി ലവ്, മിയ ഖലീഫയൊക്കെ ആയിരിക്കും. അവിടെ 2 സ്റ്റുഡൻസിന്റെ പ്രത്യേക സർക്കസാണിത്. അതെ, നീ ചിന്തിക്കുന്നത് കൂട്ട് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. 90%, 100% പേര്. ഞാൻ മോനെ കൊള്ളാം. എനിക്ക് ചേർന്നു ഇതിനകത്തില്. ന്യൂ പൊസിഷൻ അൺലോക്ക്ഡ്. ഒരു ഹാർട്ട് ഇരിക്കട്ടെ. അവിടെ തീ സ്റ്റെപ്പ്, എന്ത് സ്റ്റെപ്പ് അവള് കളിക്കുന്നത്? ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം? ആ കൊച്ചു കിടന്ന് കൂടെ ഡാൻസ് കളിക്കട്ട് ഉടനെ അടിക്കാൻ. സംസ്കാരമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഉയർന്ന സംസ്കാരം. അടുത്ത ഇടി. ഓ സീൻ. അവൻ എന്തെന്ന് വിചാരിച്ചത്? കമ്പി ഒന്നും കണ്ടില്ലേ? അവന് കണ്ണിൽ എന്തോ ഇരിക്കുന്നു. അടി കൂടെ പോകുന്നു വിചാരിച്ചെന്ന് തോന്നുന്നു. തേപ്പ്. സെയിൻ. മോനെ നൈസ്. ഇതിന് പെഗ് വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിലും ഇങ്ങനെ റേഞ്ചാ, അടിച്ച് കയറും. ഇരിക്കട്ടല്ല എനിക്ക്. ഇതൊക്കെ ഒറിജിനലായിരിക്കും. അതൊക്കെ വെപ്പ്. ഈ പെണ്ണുമ്പോൾ ഈ അന്ന തടയുന്നുണ്ടോ? ഇതിപ്പോ 1.5 കൊല്ലം എടുക്കില്ല അങ്ങനെ നടന്നു ചെല്ലാനായിട്ട്. എന്ത് പരിപാടി ഇത്? വിവാഹ ദിവസം കാമുകൻ മുങ്ങി. വനിതാ ഡോക്ടർ. സ്റ്റീലിന്റെ അണ്ടർവെയർ ഓർഡർഡ് ഇൻ ഫ്ലിപ്കാർട്ട്. അത് കൊള്ളാം. സീരിയൽ വിട്ട് സർക്കസിൽ ചേർന്നത് ശരിയാണെങ്കിൽ സർക്കസ് വിഷയല്ലേ? ശരി. ദേശായി കുടുംബത്തിനൊന്നും ചേർന്നല്ല. ദേശായി കുടുംബത്തിലെ പെമ്പിളാർ കണക്ക് ഒതുക്കൊക്കെ വേണം. ഇവളൊക്കെ വേഷങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു ജംബോ സർക്കസിലെ വേഷമൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പാടില്ല. സാരി, ആഭരണങ്ങൾ, മേക്കപ്പ് മസ്റ്റാണ്. അതും ഫസ്റ്റ് നൈറ്റിൽ പോലും ഭർത്താവ് പറഞ്ഞ പോലും ഊരിക്കൊടുക്കാത്ത രീതിയിലുള്ള സാരി വേണം. വേഷങ്ങളൊക്കെ ആയിരിക്കണം. അതൊന്നും ഊരി കൊടുക്കാൻ പോലും പാടില്ല. എപ്പോഴും അദ്ദേഹത്തിനെ കാണണം. അതാണ് ദേശായി കുടുംബത്തിലെ പെമ്പിളയുടെ ഒരു പ്രത്യേകത. സർക്കസ് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ പൊന്നു ചെറിയ ഊർമ്മദേവിയെ കണ്ട എൻ്റെ പൊന്നു മോളെ ശരിയാവേ. നിനക്ക് ദേശായി കുടുംബത്തിൽ കയറാൻ വേണ്ട പഠിക്കുപോലും ചവിട്ടാൻ പറ്റത്തില്ല. നീ സൂക്ഷിച്ചു. സീനിട്ട് സർക്കസിൽ കൂടി അത് നൈസ് കമന്റായിരുന്നു. സീനിട്ട് സർക്കസിൽ കൂടി. സ്ട്രീമിംഗ് 1 വ്യൂവർ ഉണ്ട്. ആരുടെ ഹതഭാഗ്യം. നമ്മുടെ സ്ട്രീമൊക്കെ ഇരുന്ന് കാണാൻ. മോനെ അടിപൊളി. ചന്ദനമഴ സ്പോൺസർഡ് ബൈ ജംബോ സർക്കസ്. ഇവന് പ്രാന്ത്. എന്ത് കൊച്ചിനെ വെച്ച് കാണിക്കുന്നേ? ഇതുപോലെ തോന്നിയ മാസം സപ്പോർട്ട് ചെയ്യും.
അതിലൊരു BGM ഇട്ടിട്ട് ഇതൊക്കെ ഏതവനാണ് പടച്ചു വിടുന്നത്? ഇതൊക്കെയാണെങ്കിൽ എന്ത് ഇവർ മോണിറ്റർ ചെയ്യാതെ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഇവനാണെങ്കിൽ ബാക്കിയെല്ലാം ഒഫൻസീവ് വേർഡ്സിനൊക്കെ ആണെങ്കിലും ഉടനെ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണല്ലോ യൂട്യൂബ് മറ്റേത് പരിപാടിയൊക്കെ ആയിട്ട്. ഇവർ ഇങ്ങനെയുള്ള സാധനമൊക്കെ എന്തിനു പ്രൊമോട്ട് ചെയ്യുന്നത്? ഉടനെ സ്ട്രൈക്ക് അടിച്ചതാണ് അവൻ്റെ ചാനൽ. ഒറ്റ സ്ട്രൈക്ക് കൊടുത്താൽ അത് പിന്നെ തോന്നിവാസം ചെയ്യത്തില്ല. അതൊരു കൊച്ചിനെ വെച്ചിട്ട് ഇതുപോലുള്ള തോന്നിവാസം റീൽ എടുക്കുന്നു. ആ കൊച്ചങ്ങനെ അവിടെ മറിഞ്ഞ് മോനെ എന്തോന്നാണ് കാണിക്കുന്നത്? ഇവിടെ ഇത് ചോദിക്കാനും പറയും ബോധമുള്ളവന്മാരും ഇല്ലേ അവിടെ? ഒരു ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇന്ന് ബോധമില്ലെന്ന് തോന്നുന്നു ഇവന്മാർക്ക്. എത്ര സത്യയുടെ എത്ര തെളിവച്ചാലും മനസ്സില്ല. ഇതുപോലെ സാധനം അപ്പം തന്നെ ബാൻ ചെയ്യണം. അവർക്ക് അപ്പം തന്നെ നോട്ടീസ് അടിച്ചു കൊടുക്കണം. ഇവിടുത്തെ MVD ആണെങ്കിൽ നടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ബൈക്ക് സ്റ്റണ്ടൊക്കെയാണ് പൊക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് തപ്പി കണ്ടുപിടിച്ച് ബാക്കിയുള്ള ഗവൺമെന്റ് പോലീസ് തന്നെ കേസ് എടുക്കണം. ഇതുപോലെ പരിപാടിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവരൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ കിടന്നിട്ട് സത്യമാണ് കേട്ടോ. അത് വേറെ സാധനമാണ്. ശരിയാ, ഇതിലും വലിയ പ്രൊമോഷൻ കിട്ടാനില്ല എയർടെലിന്. അവിടെ ഇത് വീഡിയോ റിവേഴ്സ് എടുത്തതാണെന്ന് തോന്നുന്നു. വീഡിയോ റിവേഴ്സ് എഡിറ്റ് ചെയ്തുള്ള പരിപാടി എന്താണ്? എഡിറ്റിംഗ് സിംഹം കൊള്ളാം. നാനൊരു നരൻ, ഒരു ജന്മം നേടിയ നരൻ, ഓ നരൻ. ബാബാ എടാ ഇത് തമാശയ്ക്ക് ഇവിടെ ഇതൊക്കെ കാര്യം സീരിയസ് ആണ്. ഇതുപോലെ കോമാളിത്തരം ഒന്നും കാണിച്ചു കൂട്ടില്ല. അറിയത്തില്ലെങ്കിൽ ഇതുപോലെ 2 പേരുള്ളപ്പോൾ പരിപാടിയൊക്കെ ചെയ്യാവും. അതും ഇതുപോലെ റിസ്ക് ഇല്ലാത്ത ഏരിയയിലൊക്കെ ചെന്നിട്ട് മതി പരിപാടിയൊക്കെ കാണിക്കാവും. ആറ്റിലൊക്കെ പോയി കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷേ ഓടി എടുത്ത് ചെയ്തവന് എൻ്റെ ഒന്നും ഇല്ല കൊടുക്കാൻ. ഇവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാറുണ്ടല്ലോ. അവന് കുതിരപ്പവനല്ല, അവന് വേറെ എന്തെങ്കിലും കൊടുക്കണം. 1 കിലോ സ്വർണ്ണം കൊടുക്കണം. ഇമാതിരി ഓടി കറക്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സംഭവം സീരിയസ് ആണ്. ഇമാതിരി സാധനം കോമഡി BGM ഇട്ട് കാണിച്ചെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോ എൻ്റെ പൊന്നു മോനെ വെകിളിത്തരങ്ങളൊന്നും കാണിക്കരുത്. ഇതുപോലെ വീഡിയോ ഇവൻ പരിപാടിയൊക്കെ ഫണ്ട് എടുക്കണം. പക്ഷേ വെകിളിത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടരുത്. മാസ് ശരിയാ, ഒരു തെണ്ടിയുടെ സഹായം വേണ്ട. ഞാൻ സ്വന്തമായിട്ട് ഇതാക്കിക്കോളും. എന്തിടേ എടേ അവിടെ ചെന്ന് പെട്ടുകൂടണ്ടാവും. അവന്മാരെ അടിച്ച് അണ്ണാക്കിലാക്കി തരും. ഇമാർക്ക് പ്രാന്തന്നേ. ഇവിടെ ഉള്ള ഒരുത്തിനും ഒന്ന് അനങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇതൊക്കെ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പിള്ളേരൊക്കെ എന്തിനും ഇതൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്ത്? യുദ്ധത്തിനിറക്കാനായിരിക്കും. എടാ ഇതെന്തുവാ? കുറെ കുപ്പിലിടുന്നുണ്ടല്ലോ. ഓഹോ നിർത്താണ്. ബോറടിച്ച് ഇനി നമുക്ക് രാത്രി കാണാം. ഓക്കെ ബൈഡാ ടാറ്റാ സീയോ.